സൽവാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഐ ജസ്റ്റ് റിമെമ്പേർഡ് വാട്ട് മൈ മദർ ടോൾഡ്. ആൻഡ് സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നു. പറയരുത്, ഒരു കാര്യം തുറന്നു പറയരുത്. ഞാൻ എല്ലാം തുറന്നു പറയും. കുറേ ദിവസമായി ഞാനിതുപോലെ ക്യാമറയൊക്കെ നോക്കിയിട്ട് കുറച്ച് ലൈവ്ലി ആയിട്ട് ഇതുപോലെയൊക്കെ സംസാരിക്കും. What I wanted to say is like last few weeks ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. ഒരിക്കലും things like that shouldn't have happened at the first place. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ എന്നെ അറിയാന്നുള്ളവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാന്നുള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവരിബഡി അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത്. ഇമോഷൻ വരുമ്പോൾ ലൂസ് മോഷൻ വന്ന മാതിരി ആവട്ടെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ്. ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. യുനോ, നമ്മളെ അറിയാന്നുള്ളവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത്. എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരന്റ്സ് അതിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ? എനിക്കിത് ഇഷ്ടമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ച ഇത്രയേ ഉള്ളൂ. ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് which I will be able to spend for my parents. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. All the other misunderstandings that is there, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും I don't want to give. എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. സി, എല്ലാത്തിൻ്റെ പിന്നിലും there are agendas and certain decisions. And ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മോട്ടോ അല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഷീ ഈസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ ആം വിത്ത് ഹർ. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. സൽവാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഐ ജസ്റ്റ് റിമെമ്പേർഡ് വാട്ട് മൈ മദർ ടോൾഡ്. ആൻഡ് സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നു. പറയരുത്, ഒരു കാര്യം തുറന്നു പറയരുത്. ഞാൻ എല്ലാം തുറന്നു പറയും. പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷെ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി എൻ്റെ മോള്. ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ല കേട്ടോ.
അതിലും കൂടിയെന്തായിട്ടാണ്. ഇറ്റ് വാസ് ലൈക്ക് എനിക്കതിലൊന്നും കമൻറ്റ് പറയാനില്ല. ബട്ട് സ്റ്റിൽ മൈ മദർ സാരിയിൽ നിന്നും വാർഡ്രോബ് ചേഞ്ച് ചെയ്ത് സെൽവാറിലോട്ട് മാറിയത് 2021 അതിന് അതിനൊന്നും ഇല്ലേ? അപ്പോൾ ഞാനൊരു സെൽവാർ എടുത്തു കൊടുത്തു. അതിന് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ സെൽവാറും ലെഗിൻസും ദുപ്പട്ടയും കൊടുത്തു. ഭയങ്കരം തന്നെ. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എൻ്റെ അമ്മയുടെ വാർഡ്രോബ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. സെൽവാസ് കളക്ഷൻ അണ്ണാ നോണാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനിപ്പോൾ എത്നിക് വീഴ്ച തയ്ക്കാൻ പോകും. എനിക്കുള്ള പോലത്തെ ലിറ്ററലി എനിക്കുള്ള ടൈപ്പ് എത്രയെങ്കിലും സെൽവാസ് ഞാൻ മേടിച്ച് വിതിൻ എ ഫ്യൂ ഇയേഴ്സ് എത്രത്തോളം സെൽവാസ് ഐ ഡോണ്ട് നോ ഹൗ മെനി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ പലപ്പോഴും എത്നിക് വീഴ്സിലൊക്കെ പോയിട്ട് അവിടെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യമല്ലേ മാഡം മദറിന് തച്ചത്, അതൊക്കെ ഇട്ടോ? ഞാൻ പറഞ്ഞില്ല, ഇട്ടില്ല. ഇവൻ പറഞ്ഞതൊക്കെ നുണയാണ് സാർ, കല്ല് വെച്ച നുണ. പുള്ളിക്കാരി അതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും. എന്നാലും ഞാൻ ഓരോന്നൊക്കെ ഇടുമ്പോൾ പുതിയത് ഇടുമ്പോഴത്തേക്ക് ചോദിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ. ഓരോ പ്രാവശ്യം ഞാൻ ഇല്ലാത്തത് നോക്കി മേടിച്ച് സോ ദാറ്റ് ഇവ ഏത് കളർ എന്ന് നമ്മൾ പറഞ്ഞാലും അതൊക്കെ എടുക്കാനുണ്ടാവുന്ന പോലെ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത്. സത്യമാണോ? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അതെനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇറ്റ്സ് ഓക്കെ, സാരമില്ല, എന്തോണോ പറഞ്ഞോട്ടെ അല്ലേ. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇപ്പൊ എത്നിക് വീവ്സ് ഞാൻ എന്റെ ഡ്രസ്സ് കൊടുത്ത് വിടാൻ സമയത്ത് വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇതുപോലത്തെ ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞു പോയി. എനിക്കൊരു 5 ചുടിദാറിന്റെ തുണി വാങ്ങിച്ച് അവള് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നു. കുറേ തുണിയെടുത്ത് കുറേ ഫ്രോക്കിന് മെഷർമെന്റ് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓ ഫ്രോക്കോ? ഓക്കെ പറഞ്ഞു. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. കൊച്ചുമകൾ അതൊക്കെ തച്ചു കൊടുക്കട്ടെ. ഇത്രയും കാലം ഞാൻ ചെയ്തില്ലേ, ഇനി കൊച്ചുമകളൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇനി അങ്ങോട്ട് I'll be regularly doing my videos with whatever's happening around me, and I wish my mother and my niece all the very best. For അവരെ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ഈശ്വര ഭഗവാനെ അച്ഛന് നന്മ വരുത്തണേ. എന്നാലും ആ പരമ ദുഷ്ടൻ. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ. ഞാൻ അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് ആർക്കിട്ട് തട്ടാനല്ലേ. എൻ്റെ നീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മെയ്ഡായിരുന്നു. കഷ്ടം.